വൈക്കം താലൂക്ക് NSS യൂണിയൻ സംഘടിപ്പിച്ച വിദ്യാർത്ഥി യുവജന ശില്പശാലയ്ക്ക് ഉജ്ജ്വല സമാരംഭം. ഉണർവ് 2024 എന്ന് നാമകരണം ചെയ്ത ദ്വിദിന ശില്പശാല വൈക്കം NSS ഓഡിറ്റോറിയത്തിലാണ് സമാരംഭിച്ചത്. വൈക്കം താലൂക്ക് NSS യൂണിയന് കീഴിലെ 97 കരയോഗങ്ങളിൽ നിന്നായി 300-ലേറെ വിദ്യാർത്ഥികളും യുവതീ യുവാക്കളുമാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. യുവതലമുറയിൽ മൂല്യബോധം, പൗരബോധം, നീതിബോധം, സാമൂഹിക പ്രതിബദ്ധത, വിനയം, സാംസ്കാരിക അവബോധം, സേവന മനോഭാവം എന്നിവ ഊട്ടിയുറപ്പിക്കുവാൻ ലക്ഷ്യമിട്ടാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഉണർവ് 2024 ദ്വിദിന ശില്പശാലയുടെ ഉദ്ഘാടനം വൈക്കം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് PGM നായർ കാരിക്കോട് നിർവഹിച്ചു. രാഷ്ട്രത്തിനും സമൂഹത്തിനും മികച്ച സേവനം നൽകുവാൻ കഴിയുന്ന ഉത്തമ പൗരന്മാരായി പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ സമൂഹത്തിന് വഹിക്കുവാനുള്ളത് വലിയ പങ്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന് ഉത്തമ മാതൃകകളായ മഹാവ്യക്തിത്വങ്ങൾ തങ്ങളുടെ അറിവും അനുഭവങ്ങളും പകർന്നു നൽകി വരും തലമുറയെ ശരിയായ പാതയിലൂടെ വഴി നടത്തുവാൻ ലക്ഷ്യമിടുന്ന ശില്പശാലകളിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് രാഷ്ട്ര പുനർനിർമ്മാണമാണെന്നും PGM നായർ കൂട്ടിച്ചേർത്തു. സമൂഹത്തിൽ കാണുന്ന മോശമായ പ്രവർത്തികളുടെ പിന്നാലെ പോയി, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിന്നാലെ പോയി, അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷന്റെ പേരിൽ പുറകോട്ട് പോയി, കുടുംബത്തോടും സമൂഹത്തോടും സ്നേഹമില്ലാത്തവരായി വളർന്നു വരുന്നതിന് പകരം സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെയും സ്നേഹിക്കുകയും തദ്വാര സമൂഹത്തിന് വേണ്ട ശ്രേഷ്ഠരായ വ്യക്തികളായി നിങ്ങൾ വളർന്നു വരികയും ചെയ്യണമെന്നാണ് നായർ സർവീസ് സൊസൈറ്റി ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വൈക്കം താലൂക്ക് NSS യൂണിയൻ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മുൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, വ്യത്യസ്ത രംഗങ്ങളിലെ അക്കാദമിക വിദഗ്ധരായ അനിൽ കാരറ്റ്, PGM നായർ, ദേവരാജ്, സുധ സജീവ്, രാജീവ് തിരുവല്ല എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. വൈക്കം താലൂക്ക് NSS യൂണിയൻ നേതാക്കളായ വേണുഗോപാൽ, അഖിൽ R നായർ, VS കുമാർ, CP നാരായണൻ നായർ, അയ്യേരി സോമൻ, N മധു, ജയപ്രകാശ്, SK ജയലക്ഷ്മി, മീര മോഹൻദാസ്, B ജയകുമാർ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.